ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഖേദം വന്നിട്ടുണ്ടോ? ഇനി റബ്ബേ നഷ്ടപ്പെടുത്തില്ല എന്ന തീരുമാനമുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും അത് പ്രശ്നമാക്കാതെയാണോ മുന്നോട്ട് പോകുന്നത്? എങ്ങനെ പറയും ഞാനൊരു മുസ്ലിമാണ്? എങ്ങനെ പറയും ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവനാണ്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനാണ്, മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നവനാണ്? പറയാനൊക്കുമോ? മനസ്സ് സമ്മതിക്കുമോ? യഥാർത്ഥ മുസ്ലിം അവന്റെ പേരിലും പെരുമയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല. ആണാകട്ടെ പെണ്ണാകട്ടെ, പേരിലും പെരുമയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളായി നമ്മൾ തരം താഴാൻ പാടില്ല. നല്ല കഴമ്പുള്ള മുസ്ലിമായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഒരു കാലം നമ്മുടെ ഇടയിൽ സംജാതമായിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ ഉറ്റുനോക്കുകയാണ്. സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിനൊരു കാലം വരും, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹ്, ഇസ്ലാമിൽ നിന്ന് മുസ്ലിമിന്റെ ഒരു പേരല്ലാതെ മറ്റൊന്നും ശേഷിക്കുകയില്ല. മുസ്ലിമിന്റെ പേര് ചോദിച്ചാൽ ഒരു മുസ്ലിമാണ് എന്ന് പേരുകൊണ്ടവനെ തിരിച്ചറിയും. മുമ്പുള്ള ആളുകളെ പേരുകൊണ്ട് തിരിച്ചറിയുന്നതിന്റെ മുമ്പ് ഇസ്ലാമിന്റെ സ്വഭാവം കൊണ്ടവരെ തിരിച്ചറിയും. ഇസ്ലാമിന്റെ സ്വഭാവം അത് സ്നേഹമസൃണമായ സ്വഭാവമാണ്, ആത്മീയത തുളുമ്പി നിൽക്കുന്ന സ്വഭാവമാണ്, ആർക്കും നന്മകൾ മാത്രം ചെയ്യണമെന്നും ആരിലും നന്മകൾ മാത്രം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന സ്വഭാവമാണ്. ഒരാൾക്കും ഒരു തിന്മയും ആഗ്രഹിക്കാത്ത, ഒരാൾക്കും ഒരു ഫിത്നയും ചെയ്യാത്ത നല്ല സ്വഭാവമാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. ആരും കണ്ടാൽ അടുത്തുകൂടും. സ്വഹാബിമാർ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, അവരടുത്തേക്ക് ജനങ്ങൾ ഓടിക്കൂടിയതാണ്. മറ്റു നാടുകളിൽ നിന്ന് സാദാത്തുക്കൾ, നാം അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട SBP തങ്ങളുടെ കുടുംബാംഗങ്ങളായിട്ട് നാടിന്റെ നാനാഭാഗങ്ങളിലും പലരും ഉണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്, അത് കണ്ണൂരല്ലേ, കോഴിക്കോടോ? കണ്ണൂർ ജില്ലയിലാണല്ലോ ആദ്യത്തെ സയ്യിദ് വന്നത് കേരളത്തിൽ. അതിന് ഈ ജില്ലക്കാണ് ഭാഗ്യം കിട്ടിയത്. അവര് വന്ന് ഇവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴേക്ക് അവരെ സവിധത്തിലേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ്. എന്താ കാരണം? എന്തെങ്കിലും ചികിത്സാ കാര്യങ്ങളുമായിട്ട് മുന്നിട്ട് വന്നിറങ്ങിയത് കൊണ്ട് ആളുകൾ പോയതല്ല. ഒരു മനുഷ്യനിലുള്ള യഥാർത്ഥ സ്വഭാവം അവരിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. ഇവിടെ വന്നിരുന്ന സ്വഹാബിമാർക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ചെയ്തു കൊടുത്തിരുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ ആരും ഈ നാട്ടിലില്ല. അവര് നേരത്തെ പറഞ്ഞയച്ചവരും ഇല്ല. ഈ നാട്ടുകാരായ ആളുകൾ അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള കാരണം അവരിലുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ മഹത്വം അവരിൽ കണ്ടതുകൊണ്ടാണ്. നമ്മളെല്ലാവരും ഒരു യഥാർത്ഥ മനുഷ്യന്റെ സ്വഭാവം സ്വീകരിക്കുന്നവരാകണം. യഥാർത്ഥ മനുഷ്യന്റെ സ്വഭാവമാണ് മുസ്ലിമിന് വേണ്ടത്. പേര് മാത്രം പോരാ, പേര് നീട്ടി എഴുതാനുണ്ടായിട്ട് കാര്യം മാത്രല്ല, ഒരു മുസ്ലിമിന് ആ മുസ്ലിമിന്റെ ഗുണങ്ങൾ വേണം. ഇന്നത് അസ്തമിക്കുന്നു തോന്നിപ്പോകാണ്. ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടാ തോന്നിപ്പോകുന്നത്. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹ്, ഇസ്ലാമിൽ നിന്ന് അതിന്റെ പേരല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല. മുസ്ലിമിന്റെ പേരുണ്ട്, ആണിനുണ്ട്, പെണ്ണിനുണ്ട്, പക്ഷേ അതിന്റെ കടമ്പ് വേണം. പഴയ കാലത്തുള്ള മുസ്ലിങ്ങൾക്ക് എന്തായിരുന്നു കടമ്പ്? അവരുടെ സ്വഭാവത്തിന്റെ മഹിമ ഏത് വിധത്തിലായിരുന്നു? ഉദാഹരണങ്ങൾ ധാരാളം പറയാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അവരുള്ള വിശുദ്ധി, ആ വിശുദ്ധി മനസ്സിലാക്കിയിട്ടാണ് പലരും വിശുദ്ധ ഇസ്ലാമിന്റെ വഴിയെ വന്നു ചേർന്നത്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന്റെ മുമ്പ്
ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് അവരിൽ നിന്ന് ഇസ്ലാമിനെ വായിച്ചെടുക്കുകയായിരുന്നു. ഇങ്ങനെയാണോ ഇസ്ലാം? ഇങ്ങനെയാണോ ഇവർ ഉൾക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ വിശുദ്ധി? എങ്കിൽ ഞാനത് സ്വീകരിക്കണം. എന്റെ മനസ്സത് പറയുന്നു. പഴമക്കാരെങ്ങനെയാ ചിന്തിച്ചത്? ആണും പെണ്ണും അങ്ങനെയാണ് വന്നുകൂടിയത്. പഠിക്കാനുള്ള നിർബന്ധ ബുദ്ധിയിലൂടെ അവര് വന്നു ചേരുന്നു. വീണ്ടും വീണ്ടും ആ ഒരു യഥാർത്ഥ മനുഷ്യനിലേക്ക് അവർ ഉറ്റുനോക്കുന്നു. യഥാർത്ഥ മനുഷ്യത്വം അവരിൽ കാണുന്നു. മുസ്ലിമിന്റെ യഥാർത്ഥ സ്വഭാവം അവരിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നു. മുസ്ലിമിന്റെ വിശുദ്ധി അവരിൽ നിന്ന് കാണാൻ കഴിയുന്നു. മുസ്ലിമിന് അള്ളാഹുവിനെ അനുസരിക്കുന്ന ആ നല്ല അനുസരണം ബഹുമാനത്തോടെ അവർ നോക്കി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇന്ന് പ്രശ്നകലുഷിതമായി നിലനിൽക്കുന്ന ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള വിഷയത്തിൽ അന്ന് മുസ്ലിങ്ങൾക്കിടയിലും യഹൂദികൾക്കിടയിലും പ്രശ്നമുണ്ടായപ്പോ ഖലീഫ നേരിട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് എല്ലാവരും ഉച്ചയിസ്തരം പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് പോയി ഫലസ്തീനിലേക്ക് പോയി. ബെത്ലഹേമിൽ ഇന്നും പോയാൽ കാണാൻ കഴിയും ഒരു ചർച്ചുണ്ടവിടെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച സ്ഥലത്ത് ബെത്ലഹേം കുന്നിൻ മുകളിൽ ഒരു ചർച്ച് കാണാം. ആ ചർച്ചിനുള്ളിൽ വെച്ച് ചർച്ച നടന്നു. മുസ്ലിങ്ങൾക്കിടയിലും യഹൂദികൾക്കിടയിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഖലീഫയുടെ മുന്നിൽ അവര് ഒന്നാകെ കെട്ടയിച്ചു വെച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ഓരോ ഫോർമുലയും അവർ സ്വീകരിക്കുന്നു, അതിലൊപ്പുവെക്കുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ചർച്ചകളുടെ അവസാനം മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ളുഹ്ർ നിസ്കാരത്തിന്റെ വാങ്കുലി മുഴങ്ങി. വാങ്ക് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഒരു മിനിറ്റ് പിന്നവിടെ നിന്നില്ല. ചർച്ചകൾ ഏകദേശം പൂർണ്ണമായി. വാങ്ക് വിളിച്ചപ്പോ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റപ്പോൾ ആ ചർച്ചിന് നേതൃത്വം നൽകുന്ന അവിടെയുള്ള ഫാദർ, വലിയ മനുഷ്യൻ, അദ്ദേഹം വന്ന് വിനയത്തോടെ ചോദിക്കുന്നു, ഖലീഫക്ക് പ്രാർത്ഥിക്കാൻ, നിസ്കരിക്കാൻ ഇവിടെ ഒരു അവസരം ഒരുക്കി തരട്ടെയോ? എന്തൊരു ബഹുമാനത്തോടെയുള്ള ചോദ്യമാണ്. ഇന്നൊരു മുസ്ലിം ഒരു വീട്ടിൽ പോയി പണിയെടുക്കുന്നു, ഒരു കടയിൽ ജോലിയെടുക്കുന്നു, മറ്റൊരാളെ കൂടെ താമസിക്കുന്നു. അവരൊക്കെ പറയുന്നു ഇവനൊരു യഥാർത്ഥ മുസ്ലിം അല്ല, കാരണം ഇവനിൽ നിസ്കാരമില്ല. എല്ലാവർക്കും പച്ചയായി അറിയുന്ന യാഥാർത്ഥ്യമാണ്. എന്റെ കൂടെ നടക്കുന്ന ഈ പേര് വെച്ച ആളുണ്ടല്ലോ, ഇസ്ലാമിന്റെ സുന്ദരമായ പേര് വാപ്പയും ഉമ്മയും ചേർത്ത് വിളിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ സഹോദരിയുണ്ടല്ലോ, ഇവര് യഥാർത്ഥ ഇസ്ലാമിന്റെ മെമ്പർ അല്ല. കാരണം യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകളാണെങ്കിൽ ഇവരിൽ നിസ്കാരം ഉണ്ടാകണം. ഇവരിൽ നിസ്കാരം ഇല്ല. പിന്നെന്തുണ്ട്? ഒരു ഐഡന്റിറ്റിയായി കാണിച്ചു കൊടുക്കാൻ ഇസ്ലാം എന്ന റിലീജിയൻ സ്വീകരിച്ചു എന്നതിന്റെ ഒരു തെളിവായിട്ടൊരു മുസ്ലിമിന്റെ പേരുണ്ട്. അതിനൊരു മാർക്കം ചെയ്തിട്ടുമുണ്ട്, ചേലാകർമ്മം നടത്തിയിട്ടുമുണ്ട്. അത്രയേ പറയാനുള്ളൂ. ഖലീഫ എഴുന്നേറ്റപ്പോഴേക്ക് ഫാദർ വന്നു പറഞ്ഞു, നിസ്കരിക്കാൻ ഇവിടെ ഒരുക്കിത്തരാം, അതിനുള്ള ചാൻസ്. എന്തൊരു ബഹുമാനത്തോടെയാണത്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പാവങ്ങളായി ജീവിച്ചിരുന്ന ആളുകൾ. ഇന്നെന്താ അത് പോയതെന്നറിയോ? അതിന്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് പറയട്ടെ, പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ താമസിച്ചിരുന്ന ഉപ്പാപ്പമാര്, അന്നിവിടെ ഒരുപാട് ഭൂസ്വത്തുകളുള്ള ആളുകളുടെ തോട്ടത്തിലും മറ്റും പോയി ജോലിയെടുക്കുമ്പോ വാങ്കിന്റെ സമയം, വാങ്ങിങ്ങനെ കേൾക്കുമ്പോ നിസ്കരിക്കണമെന്ന് തോന്നുമ്പോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത്, പറമ്പിന്റെ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഒരു ഷെഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ ഒരു വിരിപ്പും വിരിച്ച് അവര് നിസ്കരിക്കും. അവരോട് ഈ യജമാനന് വലിയ ബഹുമാനമാണ്, മുതലാളിക്ക് വലിയ ബഹുമാനാണ്. കൃത്യമായി ശമ്പളം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, ജോലിക്ക് അവരെ തന്നെ വിളിക്കും, എന്തും അവരെ ഏൽപ്പിക്കും. ആള് വിശ്വസ്തനാണ്, കാരണം അവൻ നിസ്കരിക്കുന്ന നല്ലൊരു മുസ്ലിമാണ്.
നിസ്കരിക്കുന്ന നല്ലൊരു മുസ്ലിമാണ്. നിസ്കരിക്കാത്ത ആൾക്കാരോട് പണ്ട് എന്റെ നാട്ടിലുള്ള ഒരു മുഴുകുടിയനായ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ പറയുമ്പോ പിന്നെ നിസ്കരിക്കാത്തോ മിണ്ടൂല. നാട്ടിൽ നിന്ന് ഒരു ദിവസം ജീപ്പിൽ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അന്നൊരു ഞായറാഴ്ചയാണ്. അപ്പൊ ഒരാള് ഫിറ്റ് ആക്കി വന്നിരിക്കുന്നുണ്ട്, എല്ലാവർക്കും വാസനിക്കുന്നുണ്ട്. നല്ല ഫിറ്റാ, ചെറിയ ഫിറ്റ് ഒന്നുമല്ല, ഫുൾ ഫിറ്റിലാണ് ആള്. അങ്ങോട്ട് പറയുന്നൊന്നും ശരിക്കും മനസ്സിലാക്കുന്നില്ല, പക്ഷെ ചിലതൊക്കെ ആളുകൾക്ക് തിരിയുന്നുണ്ട്, എല്ലാവർക്കും വാസനിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം നല്ല സമ്പന്നനാണ്. ആ വ്യക്തി മുസ്ലിം അല്ല, പക്ഷെ നല്ല സ്വഭാവക്കാരനാണ്. കുടിയുണ്ടെന്നേ ഉള്ളൂ, നല്ല സമ്പത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ കൂടെയുണ്ട്. അയാളെ കുടിച്ചിട്ടൊന്നുമില്ല, അയാളെ കൂടെ അങ്ങനെ പലപ്പോഴും ഒത്താശ ചെയ്ത് നടക്കുന്ന ആളാണ്. തോട്ടത്തിലൊക്കെ ജോലി എടുക്കും, കാര്യങ്ങളൊക്കെ നോക്കും, ഒരു കാര്യസ്ഥന്റെ റോളിൽ. അപ്പൊ എല്ലാവരും ഇങ്ങനെ വാഹനത്തിൽ കയറുന്നവരൊക്കെ വാസനിച്ചിട്ട് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോ ഇദ്ദേഹം പറഞ്ഞു, അച്ചോ കുടിക്കായിരുന്നു, പക്ഷേ ഈ വാസന ഒന്ന് മാറ്റാൻ എന്തെങ്കിലും മിച്ചറോ എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ, ആളുകൾക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞു. പക്ഷെ അതിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, അത് നല്ല കഴമ്പുള്ള മറുപടിയാണ്. ഞാൻ ആ മറുപടി കേട്ട് കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും കുടിച്ച് നരകത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, കുടിച്ച് ഞാൻ ഏതായാലും നരകത്തില, പക്ഷെ ഞാൻ നരകത്തിലെത്തുമ്പോ നിന്നെ അവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഈ മുസ്ലിമിന്റെ വർത്തമാനം പെട്ടെന്ന് സ്റ്റോപ്പായി. പിന്നെ ആള് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നവരെ കാമാ മിണ്ടിയിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളിയാണ് ഈ മുസ്ലിം സഹോദരൻ. ഒരു വക്ത് നിസ്കരിക്കൂല. അദ്ദേഹത്തിന് ശരിക്കറിയാം നിസ്കരിക്കാത്തവൻ എവിടെയാണ്? നരകത്തിലാണ്. ആർക്കാണത് അറിയാത്തത്? ആർക്കാണത് തിരിയാത്തത്? ആർക്കും തിരിയാത്തതില്ല. ഇനി ഞാനൊരു മൈക്ക് അങ്ങോട്ട് എന്നൊരു പക്ഷെ ആയത്തും ഹദീസൊക്കെ എന്നെക്കാളും നിങ്ങൾ ഓതിത്തരും. അവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ വിശുദ്ധി നമ്മുടെ ശരീരത്തിൽ സന്നിവേശിപ്പിക്കേണ്ടത്. എത്ര മഴ പെയ്താലും, എത്ര തണുപ്പ് അല്ലാഹു തന്നാലും, എത്ര സൗകര്യങ്ങളുള്ള മുറിയിൽ കിടന്നുറങ്ങിയാലും, എത്ര നേരം വൈകിയാലും, എത്ര തിരക്ക് വന്നാലും, ഏത് പ്രശ്നത്തിലകപ്പെട്ടാലും, എന്ത് രോഗം വന്നാലും അല്ലാഹുവിനെ മറക്കരുത്. അതാണ് ഭക്തന്മാർക്ക് അല്ലാഹു ഖുർആനിൽ അടയാളം പറഞ്ഞത്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിനെ പറയപ്പെട്ടാൽ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു ഉണർത്തുപാട്ടാണത്. മുസ്ലിമിന് ഒരു സിഗ്നലാണത്. നമുക്ക് സഹോദരങ്ങളെ, പള്ളിയിൽ നിന്നുള്ള ആ ഒരു വിളിയാളം മാത്രമല്ല, സുബ്ഹി നിസ്കാരത്തിന്റെ 1.5 മണിക്കൂർ മുമ്പ് എല്ലാ സ്ഥലങ്ങളിലും താമസിക്കുന്ന കോഴികൾ തസ്ബീഹ് ചൊല്ലി തുടങ്ങി. ആ കോഴികൾ നമ്മെ വിളിച്ചുണർത്തുന്ന കോഴികളാണ്. സുബ്ഹി നിസ്കാരത്തിന് മുമ്പേ അനൗൺസ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. കോഴിയെ ചീത്ത പറയാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, സുബ്ഹി നിസ്കാരത്തിനത് സന്ദേശം മുഴക്കി വിളിച്ചുണർത്തുന്നു. തഹജ്ജുദ് നിസ്കാരത്തിനത് വിളിച്ചുണർത്തുന്നു. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മകനെ വിളിച്ചു പറഞ്ഞില്ലേ, മോനെ ലാ തകുൻ അഅജസ മിനദ്ദീക്. ഒരു വിരിപ്പും വിരിക്കാതെ ഉറങ്ങുന്ന കോഴി, അതിന് കട്ടിലില്ല, അതിന് വിരിപ്പില്ല, മെത്തയില്ല, എയർ കണ്ടീഷൻ ഇല്ല, ഫാനില്ല, ഒരു സൗകര്യവും സംവിധാനവും ഇല്ല. പക്ഷേ മരത്തിന്റെ മുകളിൽ ഉറങ്ങിയാലും, താഴെ തിണ്ണയിൽ ഉറങ്ങിയാലും, കാറ്റടിച്ച് തണുത്ത് വിറച്ച് ഉറങ്ങിയാലും കൃത്യമായും നേരത്തത് എഴുന്നേൽക്കുന്നു, വിളിച്ചുണർത്തുന്നു. സൗകര്യങ്ങളിൽ ഉറങ്ങുന്ന മോനെ, ലാ തകുൻ അഅജസ മിനദ്ദീക്. ആ കോടിയെക്കാളും ദുർബലനാകരുത് കേട്ടോ. നമ്മോട് പറയാനും പകർത്തിത്തരാനും ഉള്ളൊരു ഉപദേശം അതാണ്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്
ആ ഫാദർ, ആ വലിയ മനുഷ്യൻ, ഒരുപാട് ജനങ്ങൾ ബഹുമാനിക്കുന്ന മതത്തിന്റെ ഒരു നേതാവായ വലിയൊരു മനുഷ്യൻ നിസ്കരിക്കാൻ ഇവിടെ സൗകര്യം ഒരുക്കി തരട്ടെയോ എന്നൊരു ചോദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയൊരു ബഹുമാനമാണ്. ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് മുഴങ്ങിയപ്പോഴേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ ഇരുത്തം കിട്ടുന്നില്ല. നിസ്കരിക്കാനാണല്ലോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വന്നത്. ചർച്ച അവിടെ നിർത്തി. ഖലീഫ എഴുന്നേറ്റപ്പോൾ ഓടി വന്ന് ചോദിച്ചു, ഇവിടെ നിസ്കരിക്കണം, ഇവിടെ സൗകര്യം ഒരുക്കി തരാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, എന്നാ പിന്നെ ഇതിന്റെ പുറത്ത് പൂമുഖത്ത് നിസ്കരിക്കാം, അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അവിടെയും വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം വേണ്ട എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് ഒരു വിഷമം വരുമെന്ന് കരുതിയിട്ട് ഒരു മനസ്ഥിതി കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിപ്പോൾ വന്നത് ഒരു പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ്. ഞാൻ ഇവിടെങ്ങാനും നിസ്കരിച്ചിട്ട് ഭാവിയിൽ ഞങ്ങളെ ഖലീഫ നിസ്കരിച്ച സ്ഥലം ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു പ്രശ്നമാകൂലേ, അതുകൊണ്ട് വേണ്ട, ഞാൻ ഇവിടെ നിസ്കരിക്കുന്നില്ല, അപ്പുറത്തൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, ഒരു പൊതുസ്ഥലം, ഞാൻ അവിടെ നിസ്കരിക്കാം. ആ നിസ്കരിച്ച സ്ഥലത്ത് ഇന്ന് പോയി നോക്കിയാൽ മസ്ജിദുൽ ഫാറൂഖ് എന്ന പേരിൽ ഒരു പള്ളി കാണാം നമുക്ക്. രണ്ടും ബത്ലഹേമിലാണ്. ഒരു ഭാഗത്ത് ചർച്ചുണ്ട്, മറ്റേ ഭാഗത്ത് ആ പള്ളിയുണ്ട്. നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോഴേക്ക് എന്തൊരു ബഹുമാനമാണ്, എന്തൊരു സ്ഥാനമാണ്. നമുക്കെല്ലാവരിലും ഉണ്ടാകേണ്ട ആത്മവിശുദ്ധി, ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമ സഹോദരങ്ങളെ നിസ്കാരമാണ്. ആ ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിലില്ലേ? നമ്മളൊരു സാധാരണ ശരീരമാണ്. മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ ശരീരത്തിനൊരു ബഹുമാനവും ലഭിക്കില്ല. ഇദാ മാത ഇൻസാനുൻ ഫഖംസുൽ ലിഖംസതി വലഹമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി വമാലുൽ ലിവറാസിൻ വറൂഹുൽ ലിഖാബിലി വഅമലുൽ ലിമദ്ലൂമീന ഫഅലം ബിയഖ്ലതിഹി. ഒരു സാധാരണ ആള് മരിച്ചാൽ മഹത്വങ്ങളൊന്നുമില്ല. മുക്കല്ലഫായതിനു ശേഷവും നിസ്കാരത്തിന്റെ ഒരു ബദ്ധശ്രദ്ധ വന്നിട്ടില്ല. ഇപ്പോഴും അവൻ കളിയിലാണ്, ഇപ്പോഴും അവൻ സുഖസുഷുപ്തിയിലാണ്. അവന് തോന്നുന്നു എന്റെ വീട് എന്നും എനിക്കുണ്ടാകും, എന്റെ സുഖങ്ങൾ എന്നും എനിക്കുണ്ടാകും, എന്നും എനിക്ക് ഈ സമ്പത്തുണ്ടാകും, എന്നും എനിക്ക് ഈ ആരോഗ്യമുണ്ടാകും, എന്നും എനിക്ക് ഈ ആയുസ്സുണ്ടാകും. ഇല്ല കേട്ടോ. വലിയ സൗകര്യങ്ങളുള്ള വിമാനത്തിൽ കോപ്റ്ററിൽ സഞ്ചരിച്ച ഇറാന്റെ പ്രസിഡന്റും ഖളാ എത്തിയപ്പോൾ മരിച്ചു വീണിട്ടുണ്ട്. സഹോദരങ്ങളെ, തടുക്കാൻ ഒരു നിയന്ത്രണവുമില്ല. തടുക്കാൻ പറ്റുന്നൊരു ശക്തിയും ലോകത്ത് കണ്ടെടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ തീരുമാനം വരുമ്പോ ഞാനും നിങ്ങളും അനുസരിച്ചു കൊടുക്കേണ്ടവരാണ്. പക്ഷേ പോയി കിടക്കുന്ന ബോഡിക്ക് എന്തെങ്കിലും ബഹുമാനമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ അഞ്ചായി നമ്മുടേത് വീതം വെക്കുകയാണ്. ഇദാ മാത ഇൻസാനുൻ ഫഖംസുൽ ലിഖംസതി. ഒരു സാധാരണ വ്യക്തിത്വം മരിക്കുമ്പോ ആ മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട 5 എണ്ണം 5 ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കുകയാണ്. വലഹമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി. നല്ല കൊടുകൊടുപ്പോടെ, നല്ല കുശുകുശുപ്പോടെ നീ മിനുക്കിയ നിന്റെ ചൊരിയുണ്ടല്ലോ, നിന്റെ ശരീരത്തിന്റെ ഇറച്ചിയുണ്ടല്ലോ. ഒരു ചെറിയ പനി വന്നപ്പോഴേക്ക് ഒരാഴ്ച ഗുളിക കുടിച്ച് നീ അസുഖം മാറ്റിയില്ലേ? ഒരു ചെറിയ പെയിൻ വന്നപ്പോഴേക്ക് 2ഉം 3ഉം ഡോക്ടർമാരെ മാറി കാണിച്ച് വേദനയൊന്ന് മാറിക്കിട്ടാൻ ഏത് മരുന്നും നീ സ്വീകരിച്ചില്ലേ? അങ്ങനെ നല്ല കപ്പാസിറ്റിയോടെ കൊണ്ട് നടക്കുന്ന നിന്റെ ഈ ശരീരം, അതിന്റെ ബോഡിയുടെ മാംസം, അത് പുഴുക്കൾക്കുള്ളതാണ്. വലഹമുൽ ലിദീദാനിൻ. മാംസം പുഴുക്കൾക്കുള്ളതാണ്.
പുഴുക്കൾ തിന്ന ശരീരം പലപ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് പുറത്തെടുത്തപ്പോ പല ഭാഗങ്ങളും കാണാതെയായി പോയില്ലേ? ഗൾഫിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു സഹോദരി, ഒരു വ്ളോഗറായ പെണ്ണിന്റെ ശരീരം 2 മാസത്തിന് ശേഷം പുറത്തെടുത്തപ്പോൾ ചില ഭാഗങ്ങളൊന്നും കാണാനില്ല. ആര് കൊണ്ടുപോയി? ആരെടുത്തുപോയി? നീ കൊടുപ്പോടെ കൊടുപ്പിച്ച നിന്റെ ശരീരത്തിന്റെ മാംസമില്ലേ? പലർക്കു മുന്നിലും നീ സൗന്ദര്യത്തോടെ ആകർഷിപ്പിച്ച നിന്റെ മാംസപേശികള് അത് പുഴുക്കള് തിന്നുപോയി. നിന്റെ എല്ല് മുഴുവനും മണ്ണ് തിന്നുപോയി. സഹോദരാ, നിന്റെ ശരീരത്തിന് ഒന്നും ബാക്കിയില്ല. അതേ സമയം നിസ്കരിച്ച് നടന്നവരോ, അല്ലാഹുവിനെ അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിച്ചവരോ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരെ ശരീരത്തിന് മാറ്റമില്ല. 220 കൊല്ലം കഴിഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കിടക്കുന്ന ഭൂമിക്ക് തൊട്ടടുത്ത്, ഖബറിന്റെ തൊട്ടടുത്ത് ബന്ധുവിനെ മറവ് ചെയ്യാൻ വേണ്ടി ഒരു കുടി കുടിച്ചപ്പോൾ ഒരു കുടി കുടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, തൊഴിലാളികൾ കണ്ടൊരു അത്ഭുതമുണ്ട്. മഹാനവറുകളുടെ ശരീരം വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് ചുമരിങ്ങോട്ട് തകർന്നു വീണുപോയി. ചുമരിങ്ങോട്ട് അടർന്നു വീണപ്പോ അവര് കണ്ട കാഴ്ച എന്താണെന്നറിയുമോ? 220 കൊല്ലമായി, 2 നൂറ്റാണ്ടായി ആ ശരീരം അവിടെ കിടക്കുന്നു. അന്ന് വെച്ച പരുത്തിയില്ലേ? ആ പരുത്തിയിൽ വെച്ച സുഗന്ധമില്ലേ? മാറ്റമില്ല. ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളും കൊഴിഞ്ഞു പോയിട്ടില്ല. ശരീരത്തിന്റെ മാംസപേശിയൊന്നും പോയിട്ടില്ല. കണ്ണങ്ങനെയുണ്ട്, കാതങ്ങനെയുണ്ട്, നഖങ്ങൾ അങ്ങനെയുണ്ട്. എന്താണ് മഹത്വമെന്നറിയുമോ? ജീവിതത്തിൽ സ്വീകരിച്ച വിശുദ്ധിയാ. ഒരു മുസ്ലിമിനോട് പറയട്ടെ, നിസ്കാരം പോലും നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ നീ മണ്ണിലേക്ക് ചെല്ലുന്നത് പുഴുക്കൾക്ക് സന്തോഷമാണ്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. മെത്തക്കു പകരം മാളമാം സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. ആരും നിനക്കൊരു വിരിപ്പ് വിരിച്ചു തരില്ല. എത്ര സ്നേഹമുള്ള നിന്റെ സഹോദരനും നിന്റെ സ്നേഹത്തിന്റെ ഭാഗമായി ഒരു ചെറിയ വിരിപ്പൊന്ന് വിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? എന്റെ കൂട്ടുകാരന്റെ ശരീരം വെക്കുന്നതിന്റെ അടിയിൽ ഒരു ചെറിയ പായ വിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കുമോ? ഇല്ലല്ലോ സഹോദരാ. കിടക്കേണ്ടത് മണ്ണറയിലാണ്. നല്ല ബോധ്യം വേണം, നല്ല ബോധത്തോടെ ജീവിക്കണം. നമ്മുടെ ശരീരത്തിന് വേണ്ടത് പരിശുദ്ധിയാണ്. അള്ളാഹുവിനെ പറയപ്പെടുമ്പോൾ ഓർമ്മ വരുന്ന ശരീരമാണോ? വാങ്ങ് കൊടുത്തിട്ട് നിസ്കരിക്കണം എന്ന് നിന്റെ കൽബിൽ ചിന്ത വരുന്നൊരു ശരീരമാണോ? ഇന്നും ഒരു വെള്ളിയാഴ്ചയാണ്, നീ എഴുന്നേറ്റത് സുബ്ഹി നിസ്കരിക്കാതെയാണോ? നിന്റെ വീടിന് ഏറ്റവും വലിയ ബറക്കത്തില്ലാത്ത വീടല്ലേ അത്? ശൈത്താന്മാർക്ക് എത്രയും കൂടാൻ പറ്റുന്ന വീടല്ലേ അത്? എങ്ങനെയാ നീ അള്ളാഹുവിന്റെ മണ്ണിൽ അന്തസ്സോടെ നടക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ വെള്ളം നീ കുടിക്കുന്നത്? എങ്ങനെയാ അള്ളാഹുവിന്റെ ഭക്ഷണം നീ കഴിക്കുന്നത്? എങ്ങനെയാ അള്ളാഹുവിന്റെ സുഖങ്ങൾ നീ ആസ്വദിക്കുന്നത്? ഒരു ചെറിയ ഹയാ പോലും നിനക്ക് ഇല്ലല്ലോ. വിശുദ്ധിയാണ് ജീവിതത്തിൽ കൈവരിക്കേണ്ടത്. പത്രാസ് കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയുമെന്ന് ആരും കരുതരുത്. ദുനിയാവിന്റെ പവർ കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് കരുതരുത്. ദുനിയാവിന്റെ പവറോടെ നടന്നിരുന്ന പലരും ഉണ്ട്, ഇന്നവരെ കാണാനില്ല, അവരെ അനുസ്മരിക്കാനില്ല. നാട് വിറപ്പിച്ച വമ്പന്മാരും വീമ്പന്മാരും നാട്ടിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് സഹോദരങ്ങളെ. അവരുടെ ഒരു ചെറിയ കഴമ്പ് പോലും നമ്മൾ എത്തിയിട്ടില്ലല്ലോ. പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയ ദുനിയാവെന്തിനാന്നറിയോ?
ദീന് നടത്താൻ വേണ്ടിയാണ്, ആഖിറം ലക്ഷ്യമാക്കാൻ വേണ്ടിയാണ്, ആഖിറത്തിന് സഹായമായിട്ടാണ് ദുനിയാവ് തന്നത്. ദുനിയാവ് ആഖിറത്തിന് സഹായമായിട്ട് തന്നതാണ്, സുഖിക്കാൻ വേണ്ടി ദുനിയാവ് തന്നിട്ടില്ല. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി തന്നതാണ്. ബോധ്യം വേണം നമുക്ക്. നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആ ഒരു ബോധമുണ്ടാകണം, ആ ഒരു ചിന്തയുണ്ടാകണം. അപ്പോഴേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരു ഭാവമാറ്റവുമില്ലാതെ, ഒരു പകർച്ചയുമില്ലാതെ കൊണ്ടുപോയി വെച്ച അതേ വിശുദ്ധിയിൽ കഫംപുടക്ക് പോലും ചിതലേറ്റിട്ടില്ല. എത്ര പെട്ടെന്ന് ആ സഹോദരങ്ങളെ നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുന്ന ഒരു തുണി എത്ര പെട്ടെന്നാണ് മണ്ണിനോടത് ചേരുന്നത്. പുറത്തു വെക്കുന്ന ഇരുമ്പ്, പുറത്തു വെക്കുന്ന കമ്പി എത്ര പെട്ടെന്നാണ് തുരുമ്പ് ബാധിച്ച് മണ്ണായി പോകുന്നത്. അതിനേക്കാളും പെട്ടെന്ന് നമ്മുടെ ശരീരം കാര്യമായിട്ട് ബഹുമാനമില്ലാത്ത ശരീരമാണെങ്കിൽ ആ ശരീരത്തെ പെട്ടെന്ന് പിടികൂടിപ്പോയി, മണ്ണ് പിടിച്ചുപോയി. കേട്ടിട്ടില്ലേ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോ ദഊനി ഉസല്ലി റകഅതൈൻ, എന്റെ കയ്യിന്റെ കെട്ടൊന്ന് അയച്ചു തരൂ, ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു കഴുമരത്തിന്റെ മുന്നിൽ ആദ്യമായി നിസ്കരിച്ച് മാതൃക കാണിച്ച മഹാൻ. അതിനു മുമ്പ് ലോകത്തൊരൊറ്റാളും തൂക്കുമരത്തിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ടില്ല. ദുനിയാവിൽ നീ എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോ പറയുന്നത് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം താല്പര്യങ്ങൾ പറയാനുണ്ട്, എന്തെല്ലാം ആഗ്രഹങ്ങൾ പറയാനുണ്ട്. പക്ഷേ മഹാനവർകൾ പറഞ്ഞത് അതാണ്. 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം കൊടുത്തപ്പോ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവർകൾ പറഞ്ഞ വാക്ക് ലൗലാ അൻ തളുന്നു അന്നമാ ബി ജസഉൻ ലസിത്തു, എനിക്ക് മരണവെപ്രാളമുണ്ടെന്ന് നിങ്ങൾ ധരിക്കില്ലായിരുന്നുവെങ്കിൽ ഇനിയും ഞാൻ നിസ്കരിക്കുമായിരുന്നു. എന്റെ റബ്ബിനെ എത്ര നിസ്കരിച്ചിട്ടും, എന്റെ റബ്ബിന്റെ മുന്നിൽ എത്ര സുജൂദ് ചെയ്തിട്ടും എനിക്ക് ആഗ്രഹം തീർന്നിട്ടില്ല, എനിക്ക് പൂതി മാറിയിട്ടില്ല. പക്ഷേ ഒരുപാട് നേരം ഞാൻ എന്റെ നെറ്റി സുജൂദിൽ വെച്ചാൽ, അല്ലാഹുവുമായി മുനാജാത്ത് നടത്തിയാൽ കാത്തു നിൽക്കുന്ന നിങ്ങൾ പറയും മരണപ്പേടിയുണ്ട്, മരണത്തിന്റെ വെപ്രാളം കൊണ്ട് ചെയ്യുകയാണെന്ന്. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ച് 2 റക്അത്തിൽ നിന്ന് സലാം വീട്ടിയത്. ആ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ 40 ദിവസം കടുമരത്തിൽ നിന്ന് ഇറക്കാതെ ഒരേ നൃത്തം നിർത്തിയിട്ടുണ്ട്. മദീനത്ത് നിന്ന് 2 സ്വഹാബിമാരെ പറഞ്ഞയച്ചിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യാൻ വേണ്ടി 2 സ്വഹാബിമാരെ മദീനയിൽ നിന്ന് വിട്ടു. മഹാനവറുകളെ കഴുമരത്തിലേറ്റിയത് മക്കയിൽ വെച്ചാണ്. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു തടങ്കലിൽ താമസിച്ച ആ വീട്ടിലെ പെണ്ണ് സൈനബ് എന്ന പെണ്ണ് പറഞ്ഞു, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഹുബൈബ്, ഹുബൈബിനെ പോലെ നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു നല്ല സ്വഭാവം, എന്തൊരു നല്ല പെരുമാറ്റം. സൈനബ് എന്ന് പറയുന്ന പെണ്ണ്, ആ പേരുണ്ടെങ്കിലും ആ പെണ്ണെന്ന് മുസ്ലിമല്ല. ആ പെണ്ണ് ഹാരിത്തിന്റെ മക്കളിൽ ഒരു മകളാണ് ഈ സൈനബ്. ഹാരിത്തിനെ ബദറിൽ വെച്ച് പോരാട്ടത്തിൽ വധിച്ചതിന്റെ പേരിലാണ് മക്കൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയത് തൂക്കിക്കൊല്ലാൻ വേണ്ടി. ഹാരിത്തിന്റെ മക്കൾ സൈനബ് എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിൽ വെച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നല്ലൊരാളെ, ഇതുപോലെ നല്ലൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു നല്ല സ്വഭാവം എന്നറിയാം. അതിനാ പെണ്ണ് പറയുന്ന ഉദാഹരണം എന്താണ്? ഹുബൈബ് റളിയല്ലാഹുവിന്റെ സ്വഭാവത്തെ പറ്റി ആ പെണ്ണ് പറയാണ്, എന്നോട് പറഞ്ഞു, എന്നെ ഏതായാലും നിന്റെ സഹോദരങ്ങൾ എന്നെ കഴുമരത്തിലേറ്റി കൊല്ലും, എനിക്കതിൽ ബേജാറൊന്നുമില്ല. പക്ഷെ അവർ ഡേറ്റ് നിശ്ചയിക്കുമ്പോ എന്നോടൊന്ന് പറയണം, അതിനു മുമ്പ് ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയാണ്.
ഞാനത് പോയി പറഞ്ഞു, നാളെയാണ് നിങ്ങളെ കഴിമരത്തിലേറ്റുന്ന ദിവസമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്കൊരു കത്തി വേണം. എന്തിന്? എന്റെ മീശയൊക്കെ ഒന്ന് വെട്ടി നന്നാക്കാൻ, എന്റെ ശരീരത്തിൽ നിന്ന് വർജിക്കേണ്ട രോമങ്ങളൊക്കെ ഒന്ന് ചുരണ്ടിക്കളയാൻ, നഖങ്ങളൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാകാൻ, അള്ളാഹുവിലേക്ക് പോകല്ലേ, ഒന്ന് ഒരുങ്ങിയിട്ട് പോകാൻ വേണ്ടി ഞാൻ കത്തി കൊടുത്തു. ആ കത്തി കൊണ്ടെല്ലാം വൃത്തിയാക്കി കത്തി കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയം എന്റെ ചെറിയൊരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ വീടിന്റെ ഉള്ളിലൂടെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കുന്ന ആ കുട്ടി, ചെറിയ കുട്ടി, 2 വയസ്സ് തികയാത്ത കുട്ടി ഖുബൈബ് റളിയല്ലാഹുവിന്റെ അടുത്തെത്തി. ഖുബൈബ് റളിയല്ലാഹു ആ കുട്ടിയെടുത്ത് മടിയിൽ വെച്ചു. കുട്ടിയെ കണ്ടപ്പോൾ ഒരു സ്നേഹം, കുട്ടിയെ താലോലിക്കുകയാണ്. തന്റെ മക്കളെ കണ്ടിട്ട് ദിവസങ്ങളായി, വീട്ടു തടങ്കലിലാണ്. ആരുടെ കുട്ടിയാ മടിയിൽ വന്നിരിക്കുന്നത്? ഈ വീട്ടിൽ താമസിക്കുന്ന ഉമ്മയുടെ മോൻ, ചെറിയ കുട്ടി. ഇപ്പുറത്തെ കയ്യിലുള്ളത് കത്തിയാണ്. അപ്പുറത്തുനിന്ന് സൈനബ് എന്ന് പറയുന്ന പെണ്ണ് ഈ രംഗം കണ്ട് പേടിച്ചപ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ, എന്റെ കയ്യിലുള്ള ഈ കത്തി കൊണ്ട് ഈ കുട്ടിയെ വല്ലതും ഞാൻ ചെയ്തേക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? കുട്ടിയെ ഞാൻ ഒന്നും ചെയ്യൂല, പേടിക്കണ്ട, കുട്ടിയോട് എനിക്ക് സ്നേഹമാണ്. ആ കുട്ടിയുടെ തലയിൽ തലോടി, കുട്ടിയെ സ്പർശിച്ച് കുട്ടിക്കൊരു ചുടുചുംബനം നൽകി. ഉമ്മയുടെ അടുത്തേക്ക് തന്നെ കുട്ടിയെ ഇറക്കി വെച്ചു കൊടുത്തു. സൈനബ് പറയുന്നു, നല്ല മനുഷ്യനാണ്, വലിയ ബഹുമാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് നോക്കുമ്പോ മുന്തിരിക്കൊല കയ്യിലെടുത്ത് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു. മക്കയിൽ എവിടെയും മുന്തിരി കിട്ടുന്ന കാലമല്ല, മക്കയിൽ എവിടെയും മുന്തിരി ഉണ്ടാകുന്ന കാലം അല്ല, മുന്തിരി എവിടെയും കിട്ടുന്ന കാലവും അല്ല. അക്കാലത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു മുന്തിരി ഭക്ഷിക്കുന്നത് കണ്ടു. വഇന്നഹു ലരിസ്ഖുൻ റസഖഹുല്ലാഹു ഖുബൈബാ, ഖുബൈബിന് അല്ലാഹു കനിഞ്ഞേകിയ ഒരു ബഹുമാനത്തിന്റെ ഭക്ഷണമാണത്. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി സൈനബ് പറയുന്നു, നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവക്കാരനാണ്, നല്ല ബഹുമാനമുള്ള ആളാണ്. തടങ്കലിൽ താമസിക്കുമ്പോഴും ഒരിക്കൽ പോലും ബേജാറിന്റെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, വെപ്രാളത്തിന്റെ ഒരു വർത്തമാനമില്ല. നിസ്കരിക്കേണ്ടത് കൃത്യമായി നിസ്കരിക്കും, ഓതേണ്ടത് കൃത്യമായി ഓതും. സുബ്ഹാനല്ലാഹ്, 40 ദിവസം കഴിഞ്ഞ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഇറക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് സ്വഹാബത്ത് വന്നപ്പോ കഴുമരത്തിന്റെ ചുറ്റുഭാഗത്തും മതോന്മത്തരായി കിടക്കുന്ന കാവൽഭടന്മാരുണ്ട്. എല്ലാവരും കുടിച്ച് മസ്തായി കിടക്കുകയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മുകളിൽ നിന്ന് താഴോട്ടിറക്കി വാഹനത്തിൽ കയറ്റിയിട്ട് സ്വഹാബത്ത് കൊണ്ടുപോയി. സ്വഹാബത്ത് പറയുന്നു, 40 ദിവസമായിട്ട് ശരീരത്തിന് ഭാവമാറ്റമില്ല. മോർച്ചറിയിൽ 3 ദിവസം താമസിപ്പിച്ച ഒരു ശരീരത്തെ പോയി നോക്കൂ, കണ്ണ് പലരുടേതും പറഞ്ഞു പോയിട്ടുണ്ട്, നഖങ്ങൾ വീണു പോയിട്ടുണ്ട്, മാംസപേശികളതാ പറഞ്ഞു പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ദിവസം 3 ആകുമ്പോഴേക്ക് ശരീരത്തിൽ നിന്ന് ഓരോന്നും വേർപിരിഞ്ഞു പോകുന്നത് പരിശുദ്ധിയുടെ കുറവാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വേണ്ട പരിശുദ്ധിയോടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ശരീരത്തിന് ബഹുമാനമുള്ളത്. സഹോദരങ്ങളെ, ലോക്കൽ മുസ്ലിമായി ജീവിച്ചാൽ, നാമമാത്ര മുസ്ലിമായി ജീവിച്ചാൽ നമുക്ക് ലവലേശം ബഹുമാനമില്ല, നമുക്ക് അല്ലാഹുവിങ്കൽ പരിശുദ്ധിയില്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അത് മുകളിൽ നിന്ന് താഴോട്ടിറക്കിയത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശത്രുക്കൾ തിരിച്ചറിഞ്ഞു, മുകളിൽ ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു നോക്കുമ്പോ കുറച്ച് അകലെ വാഹനത്തിൽ 2 ആള് ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോകുന്നത് കണ്ടു. എല്ലാവരും വണ്ടിയെടുത്ത് വാഹനമെടുത്ത് പിന്നാലെ കൂടി. ആ 2 സ്വഹാബിമാര് ഭൂമിയോട് പറഞ്ഞു, ഭൂമി, നീ ഒരു ഖബറായി ഖുബൈബിന് ഒരുങ്ങിക്കൊടുക്കണം. ഭൂമി അനുസരിക്കുന്നു, കാരണം ഭൂമിക്ക് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം.
ഖുബൈബ് റളിയല്ലാഹു അൻഹു ആരുടെ മഹത്വമാ സ്വീകരിച്ചത്, ആരുടെ പരിശുദ്ധിയാ സ്വീകരിച്ചത്? യജമാനനായ റബ്ബിനോടല്ലേ ഏറ്റവും വലിയ അടുപ്പം സ്വീകരിച്ചത്. ഉമ്മമാരെ, നാട് നീള നിസ്കാര പള്ളികൾ ഒരുപാടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തന്നെ നിസ്കാര പള്ളികൾ ധാരാളമുണ്ട്. അമ്പരചുംബികളായ പള്ളികളുണ്ട്. ആ പള്ളികളിലൊക്കെ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയിലുള്ളതാ, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനിന്റെ കോപ്പി ഓരോ വീട്ടിലും ഉണ്ട്. ആരെങ്കിലും മരിക്കുമ്പോ മാത്രമേ അത് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഈമാനുള്ളവർ റമളാനിൽ എടുക്കും. പഴയകാലത്ത് എല്ലാ ദിവസവും ആ കോപ്പി എടുത്ത് ബന്ധം പുലർത്തിയിരുന്ന മുസ്ലിമാണ്. ഇന്ന് ആ കോപ്പികളൊക്കെ നമ്മെ മാടി വിളിക്കുന്നു. നാളെ പരലോകത്ത് ഖുർആനിന്റെ കോപ്പി എതിരായി സാക്ഷി നിൽക്കരുത് കേട്ടോ. അതവിടെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളിച്ചു പറയും, 5 കൊല്ലം ഷെൽഫിൽ വെച്ച് ഇവൻ എന്നെ പൂട്ടിയിട്ടിട്ടുണ്ട്, ഒന്ന് തുറന്നു നോക്കിയിട്ടില്ല, ഒന്ന് ഓതിയിട്ടില്ല, ഒന്ന് ഖത്മ് തീർത്തിട്ടില്ല. സമയം ഇല്ലെന്നാണോ നമ്മൾ പറയുന്നത്? ഇഷ്ടം പോലെ സമയത്തിന്റെ കണക്കവിടെ കെട്ടയിക്കപ്പെടും. ഇല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല. എല്ലാ കണക്കുകളും വിവരിക്കുമ്പോ എപ്പോഴും പറയുന്നൊരു വാക്കല്ലേ സമയം ഇല്ല, സമയം ഇല്ല എന്ന. പലപ്പോഴും നുണവാക്ക്, അല്ലെങ്കിൽ വെറും വാക്ക്, അല്ലെങ്കിൽ തിരിയാത്ത വാക്ക്, അല്ലെങ്കിൽ പറഞ്ഞു ശീലിച്ച വാക്ക്. എന്തിനും പറയും സമയമില്ല, സമയമില്ലാന്ന്. അവനാണെങ്കിലോ അവന്റെ കാര്യത്തിന് ഇഷ്ടം പോലെ നേരമുണ്ട്. കൊല്ലാൻ ഒരുപാട് സമയങ്ങളുണ്ട്. സഹോദരങ്ങളെ, ആ സമയങ്ങളൊക്കെ നന്മയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിന് അല്ലാഹു പരിശുദ്ധിയും വിശുദ്ധിയും നൽകും. മഹാന്മാരുടെ ജീവിതത്തിന് അല്ലാഹു നൽകിയത്, അല്ലാഹു നൽകിയ സമയങ്ങളെ യഥാവിധി അവർ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഇഷ്ടം പോലെ ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. അവരെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ധർമ്മം സുബഹിക്ക് തന്നെ വിളിച്ചുണർത്തിയിട്ട് അടുത്ത പള്ളിയിലേക്ക് മക്കളെ പറഞ്ഞേക്കണം. സുബ്ഹാനല്ലാഹ്. ഉപ്പമാർക്ക് അതിന് പ്രചോദനം കൊടുക്കണം. വാഹനങ്ങളുടെ കുറവുണ്ടോ? ഇല്ലേ, ഇല്ല. പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹുവിന് വലിയ ഇഷ്ടമല്ലേ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരോട്? അത് തന്നെ ജമാഅത്തായി നിസ്കരിക്കുന്നവരോട് എത്ര വലിയ ഇഷ്ടമാണ്. അവരോട് വലിയ ഇഷ്ടമാണ് അല്ലാഹു തആലാക്ക്. സുബ്ഹാനല്ലാഹ്. പള്ളിയെ നിർബന്ധമാക്കി എപ്പോഴും പള്ളിയിൽ വന്നിരുന്ന ഒരാള് ഏതെങ്കിലും ഒരു ദിവസം പള്ളിയിൽ കാണാതായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിക്കുന്നു. സുഖമില്ലാന്ന് കേട്ടാൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്ത് മുഴുവനും തങ്ങളുടെ നേതൃത്വത്തിൽ ആ വീട്ടിലേക്ക് പോകുന്നു. ആ രോഗിക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്യുന്നു. രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുന്നു. വീണ്ടും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഒരുപാട് സുഹൃതങ്ങൾ നേടിയെടുത്ത ആളുകൾക്ക് അല്ലാഹു നൽകിയ മഹത്വങ്ങൾ ചെറുതല്ല. പക്ഷേ നമ്മുടെ പള്ളി നമുക്ക് എതിരെ സാക്ഷി നിന്നുകൂടാ. വഹിയ ഖറാബും മിനൽ ഹുദാ. സുബ്ഹിന്റെ ജമാഅത്ത് നടക്കാത്ത ഒരു പള്ളിന്റെ പരിസരത്താണോ നമ്മൾ താമസിക്കുന്ന കുടുംബങ്ങൾ? ഉമ്മമാരെ ഉപ്പമാരെ പേടിക്കണം. അള്ളാഹുവിന്റെ അദാബും ഫിത്നയും പേടിക്കണം. സുബ്ഹി നിസ്കാരത്തിന് എഴുന്നേറ്റ് പോകാൻ താല്പര്യമില്ലാത്തൊരു 5 കുടുംബക്കാർ 6 കുടുംബക്കാർ ഇപ്പുറത്ത് നല്ല അമ്പരചുംബിയായ ഒരു പള്ളി. ഈ പള്ളി ആർക്ക് നിസ്കരിക്കാനാണ്? ഏതെങ്കിലും കാലത്ത് വീട്ടിൽ സൽക്കാരം ഉണ്ടാകുമ്പോ സൽക്കാരത്തിന് വരുന്ന ആളുകൾക്കോ, കല്യാണം ഉണ്ടാകുമ്പോ കല്യാണത്തിന് വരുന്ന ആളുകൾക്കോ, ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോ നിസ്കരിക്കണം പള്ളി വേണമെന്ന് ചോദിക്കുമ്പോ കാട്ടിക്കൊടുക്കാനോ? അല്ലല്ല. നമ്മളൊന്ന് കൂട്ടി നോക്കൂ, എത്ര വലിയ സൗകര്യങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒരു 25 വർഷം മുമ്പ് നമ്മുടെ ഉപ്പമാര് ഉപ്പാപ്പമാര് കണ്ടിട്ടില്ലാത്ത സുഖങ്ങൾ, അനുഭവിച്ചിട്ടില്ലാത്ത സുഖങ്ങൾ, അതല്ലേ നമ്മൾ കയ്യിലൊതുക്കിയിരിക്കുന്നത്. നന്ദിബോധം വേണം നമുക്ക്.
നമുക്ക് അള്ളാഹുവിനോട് നന്ദിബോധം വേണം. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധം, ഒരു ഓർമ്മ, അനുസരണം നന്നായി നമുക്ക് വേണം. നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് ജമാഅത്ത്. എത്ര വരെ തങ്ങൾ ജമാഅത്തിന് പോയി? നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ ഇരുന്നു കൊണ്ട് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഘട്ടത്തിലും മദീന പള്ളിയിലേക്ക് പോയി. രണ്ടാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് തള്ളവിരല് മാത്രം ഭൂമിയിൽ ഇങ്ങനെ വരവരച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് പോയി. ജീവിതത്തിൽ പള്ളിയിലെ ജമാഅത്ത് തങ്ങൾക്ക് നഷ്ടമായത് എത്രയെന്ന് ചോദിച്ചാൽ ആകെ 13 എണ്ണമാണ്. 13 ജമാഅത്തെ പള്ളിയിൽ വരാതെ തങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളൂ. നമുക്ക് നഷ്ടമായതൊന്ന് കൂട്ടി നോക്കൂ. സൗകര്യങ്ങളൊക്കെ ഉള്ള നമുക്ക്, വാഹനത്തിന് വാഹനമുണ്ട്, ആരോഗ്യത്തിന് ആരോഗ്യമുണ്ട്, എല്ലാ കഴിവും അല്ല തന്നിട്ടുണ്ട്. വാഹനം ഓടിക്കാൻ കഴിയും, പോകാൻ കഴിയും, സംവിധാനങ്ങളും സൗകര്യങ്ങളും, ഒന്നും പേടിക്കാതെ പോകാൻ ലൈറ്റുണ്ട്, സംവിധാനങ്ങളുണ്ട്. നിസ്കരിക്കാനോ അവിടെ പോയാൽ വെളിച്ചമുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്കൊരു വർഷം നഷ്ടപ്പെടുന്ന ജമാഅത്ത് കണക്കുണ്ടോ സഹോദരാ? ഖുർആനിൽ അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞ ആൺകുട്ടികളെ കേട്ടിട്ടില്ലേ? ആണത്വമുള്ളവർ എന്ന് അല്ലാഹു ഖുർആനിൽ ഒരു കൂട്ടരെ പറ്റി പറഞ്ഞു. ആരാണത്? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാഹ്. എന്ത് ബിസിനസ്സിൽ ഏർപ്പെട്ടാലും, എന്ത് കച്ചവടത്തിൽ ഏർപ്പെട്ടാലും സംഘടിത നിസ്കാരം അവർക്ക് ഒഴിവായി പോകൂല. സക്കാത്ത് അവര് കൊടുക്കാതിരിക്കൂല. എന്തേ അവര് ജമാഅത്തിന് കടയടച്ചു പോകുന്നത്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണും കൽബും വെപ്രാളം കൊണ്ട് മാറി മറിയുന്ന ഒരു ദിനമുണ്ട്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ പേടിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ വെച്ച് തന്നെ പേടിച്ച് അവര് ജമാഅത്തിന് പോകുന്നു. ഈ ആയത്തിറങ്ങിയത് ആരില്ലാന്നറിയോ? മദീന മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത്. തൊഴിലാളികളായ സ്വഹാബിമാരെ പറ്റി. അവര് വാങ്ക് കേട്ടാൽ ഒരു കടക്കാരൻ മറ്റേ കടക്കാരനോട് പറയും വാങ്ക് കൊടുത്തു, സ്വലാ സ്വലാ. ആ സ്വലാ സ്വലയാണ് സൗദിയിൽ അടുത്ത കാലം വരെ മുത്തവന്മാര് വിളിച്ചിരുന്ന അനൗൺസ്മെന്റ്, സ്വലാ സ്വലാ. പക്ഷെ മുത്തവന്മാര് വരുമ്പോ നമ്മൾ ആൾക്കാർക്ക് ദേഷ്യാണ്. ആ ഇടങ്ങേറ് പിടിച്ചവൻ വരുന്നുണ്ട്, ഇനി കട അടക്കേണ്ടി വരുമ്പോ സ്വലാ സ്വലാ എന്ന് പറഞ്ഞാൽ പൂട്ടേണ്ടി വരും. അവൻ വന്ന് ക്ഷണിക്കുന്ന നിസ്കാരത്തിലേക്ക് പോകാനാണ്, ജമാഅത്തിലേക്ക് പോകാനാണ്. ആ അനൗൺസ്മെന്റ് അന്ന് തുടങ്ങിയതല്ല, സ്വഹാബത്തിന്റെ കാലത്തുണ്ട്. ഒരു മാർക്കറ്റിലുള്ള ആള് മറ്റോളോട് പറയും അസ്വലാ സ്വലാ. കടകൾ അടച്ചിട്ട് ചിലരൊക്കെ മദീന പള്ളിയിലെത്തി, ചിലര് മസ്ജിദുൽ ഇജാബയിലെത്തി, ചിലര് മസ്ജിദ് ഖുബായിലെത്തി, ചിലര് മസ്ജിദുൽ ഖിബ്ലതൈനിയിലെത്തി ജമാഅത്തിന് സംബന്ധിക്കുന്നു. കച്ചവടം ചെയ്ത് ജീവിച്ച മഹാനല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ കച്ചവടം ചെയ്യുമ്പോഴും ജമാഅത്ത് മിസ്സായിട്ടില്ല. ഖലീഫയായതിനു ശേഷവും കച്ചവടത്തിൽ മഹാനവർകൾ കുറച്ചു കാലം തുടർന്നിട്ടുണ്ട്. അപ്പോഴും ബാങ്ക് വിളി കേൾക്കുമ്പോഴേക്ക് പള്ളിയിൽ എത്തിപ്പോയി. ആ ഒരു ആത്മീയമായ ഉണർവാണ് സഹോദരങ്ങളെ നമ്മെ നന്നാക്കുന്നത്, നമ്മെ നാമാക്കുന്നത്. അതിന് പ്രചോദനം നൽകുന്ന ഉമ്മമാരാണ് ഉണ്ടായിത്തീരേണ്ടത്, സഹോദരിമാരാണ് ഉണ്ടായിത്തീരേണ്ടത്. എല്ലാ സുഖങ്ങളും മക്കൾക്ക് നൽകുന്നത്, കുടുംബത്തിന് നൽകുന്നത് ഉമ്മമാരെ. ആഖിറത്തിൽ നമുക്ക് വിനയാകരുത്, ആഖിറത്തിൽ നമുക്ക് പ്രതികൂലമാകരുത്. നന്മകൾക്ക് അവർക്ക് പ്രചോദനം കൊടുത്ത് പറഞ്ഞേക്കണം. ഒരു ചെറുപ്പക്കാരനെ ഒരു ഉമ്മ ജമാഅത്തിന് പള്ളിയിലേക്ക് വിട്ടിട്ട് ആ ജമാഅത്തിന് പള്ളിയിലെത്തുമ്പോ അച്ചെറുപ്പക്കാരന്റെ കാരണം കൊണ്ടാണ് അന്നവിടെ ജമാഅത്ത് നടന്നതെങ്കിൽ പോയി നോക്കുമ്പോ ഉസ്താദ് മാത്രമാണ് മിഹ്റാബിലുള്ളത്. പിന്നാലെ വന്ന് തുടർന്ന് ഒറ്റയാള്, വേറൊരാളും വന്നിട്ടില്ലെങ്കിൽ അവിടെ ജമാഅത്ത് നടന്നതിന്റെ നല്ലൊരു ശതമാനം ഉമ്മയുടെ അക്കൗണ്ടിൽ ലഭിച്ചുപോയി. ഇവിടുന്ന് തന്നെ സ്വരൂപിക്കേണ്ട ഖൈറാത്തുകളാണ്. ആഖിറത്തിലെത്തിയിട്ട് ഇവിടുന്ന് ആരെങ്കിലും ഫാത്തിഹ വിളിച്ചു കൊടുക്കും
കൊടുത്തയക്കുന്നത് മാത്രം പ്രതീക്ഷിക്കരുത്. അവനവന്റെ ജീവിതത്തിലല്ലേ വിശുദ്ധി ഉണ്ടാക്കേണ്ടത്. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ മനസ്സ് പേടിക്കുന്നവരാണ് ഭക്തിയുള്ളവർ. അവരെ മനസ്സിൽ ചിന്ത വരും, റബ്ബേ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, നിസ്കാരം നിസ്കാരം നിസ്കരിക്കണമല്ലോ നിസ്കരിക്കണമല്ലോ. നിസ്കാരം ഒഴിവായി പോയാലൊക്കെ മഹാന്മാരെ മനസ്സിൽ വരുന്ന സങ്കടം ഒന്ന് ആലോചിച്ചു. നമ്മളെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു സങ്കടം വന്നിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരെങ്കിൽ നമ്മളൊക്കെ മുസ്ലിമാണോ? പൊട്ടിക്കരഞ്ഞു പോയില്ലേ മഹാന്മാർ? നമ്മളെ നേതാവ്, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാം പരീക്ഷണങ്ങൾ, കൊടിയ പരീക്ഷണങ്ങളല്ലേ തങ്ങൾക്ക് ഉഹദിൽ സംഭവിച്ചത്. അവിടുത്തെ മുൻപല്ല് പൊട്ടിയത് ഉഹദിൽ ഇബ്നു ഖംഅത്തിന്റെ ഏറുകൊണ്ടല്ലേ, ഉത്ബത്ത് ബിൻ അബീ വഖാസിന്റെ ഏറുകൊണ്ടിട്ടല്ലേ നെറ്റിയിൽ നിന്ന് ചോര പൊട്ടി ഒഴുകിയത്. ഒരുപാട് ആളുകൾ ഒപ്പിയെടുത്തിട്ടും നിലക്കാത്ത ചോര. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീടിനകത്തേക്ക് ചെന്ന് ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു പായയുടെ കഷ്ണം എടുത്ത് അത് കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് ഒട്ടിച്ചപ്പോഴല്ലേ രക്തം നിലച്ചത്. അവിടുത്തെ വിരൽ തുമ്പ് ഷഹാദത്തിന്റെ മഹിമ സ്വീകരിച്ചത് ഉഹദിലല്ലേ. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഉഹദിലല്ലേ. അപ്പോഴൊന്നും ശത്രുക്കൾക്കെതിരെ ദ്വാരക്കാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ താല്പര്യത്തോടെ ഉംറയ്ക്ക് വേണ്ടി പോയിട്ട് സുബ്ഹാനല്ലാഹ് ഹുദൈബിയയിൽ വെച്ച് മക്കയിൽ ആളുകൾ തടഞ്ഞില്ലേ? സങ്കടം തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞോ? പക്ഷേ ശത്രുക്കൾക്കെതിരെ തങ്ങൾ ദുആ ചെയ്തില്ല. ഏറ്റവും വലിയ അവലംബമായ അബൂ ത്വാലിബും ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ഇവിടെ പറഞ്ഞപ്പോ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അകന്ന കുടുംബക്കാരിലേക്ക് ത്വായിഫിലേക്ക് തങ്ങൾ നീങ്ങിയപ്പോ ത്വായിഫുകാര് തങ്ങളെ വരവേറ്റത് കല്ലേറുകൊണ്ടല്ലേ. കൂക്ക് വിളിച്ചിട്ടും കല്ലെറിഞ്ഞിട്ടുമല്ലേ തങ്ങളവർ എതിരേറ്റത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ചുകൊണ്ടൊരു തോട്ടത്തിൽ പോയി ഇരുന്നില്ലേ? ആ തോട്ടവും കുടുംബക്കാരുടേതായിരുന്നു. കല്ലെറിഞ്ഞവിടുത്തെ തിരുവാദത്തിൽ നിന്ന് രക്തമുറ്റിപ്പോയില്ലേ ത്വായിഫില്? ആ ത്വായിഫ് ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വേണ്ടാന്നല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. പക്ഷേ ശത്രുക്കൾക്കെതിരെ തങ്ങൾ ആഞ്ഞടിച്ചൊരു പ്രാർത്ഥന നടത്തിയത് ഖന്തഖിലാണ് കേട്ടോ. അസ്ർ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്തിൽ നിന്ന് അവര് ശ്രദ്ധ മാറ്റിക്കളഞ്ഞപ്പോ, സൂര്യനങ്ങ് അസ്തമിച്ചു പോയപ്പോ മുത്തുനബിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ശരീരത്തിന്റെ പരിക്കുകളൊക്കെ സഹിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂക്കുവിളിയും തെറിയഭിഷേകങ്ങളും ഒക്കെ സഹിച്ച അല്ലാഹുവിന്റെ റസൂല് ജനതയെതിരായപ്പോഴും അവരെ നന്മക്ക് വേണ്ടി കേണപേക്ഷിച്ചു ദ്വാരുന്ന മുത്തുനബി അസുറിന്റെ നിസ്കാരം സമയത്തിൽ നിന്ന് മാറിയപ്പോ സങ്കടം സഹിക്കാതെ ദുആ ചെയ്തു പോയി. മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ, അവരുടെ ഭവനങ്ങളും അവരുടെ കുടിമാടങ്ങളും തീ കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. ശഗലൂന അനിസ്വലാത്തിൽ വുസ്താ, അസ്ർ നിസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റി കളഞ്ഞല്ലോ. എത്ര വലിയ സങ്കടമാണ് തങ്ങൾക്ക് വന്നത്. അത് സഹിക്കാൻ തങ്ങൾക്ക് ആയില്ല. ഏറ്റവും വലിയ സങ്കടം തങ്ങൾക്ക് വന്നത് നിസ്കാരം ഈ രൂപത്തിൽ മാറ്റിക്കളയാൻ അവർ പ്രേരണയുണ്ടാക്കിയപ്പോഴാണ്. മുശ്രിക്കുകളും യഹൂദികളും തമ്മിൽ ഒത്തുകളിച്ചിട്ട് അസ്ർ നിസ്കാരത്തിന്റെ സമയം തെറ്റിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതൊരു ചെറിയ കാര്യമായിട്ടല്ല കണ്ടത്. ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഖേദം വന്നിട്ടുണ്ടോ? ഇനി റബ്ബേ നഷ്ടപ്പെടുത്തില്ല എന്ന തീരുമാനമുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും അത് പ്രശ്നമാക്കാതെയാണോ മുന്നോട്ട് പോകുന്നത്? എങ്ങനെ പറയും ഞാനൊരു മുസ്ലിമാണ്? എങ്ങനെ പറയും ഞാൻ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനാണ്, അല്ലാഹുവിനെ അംഗീകരിക്കുന്നവനാണ്, മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നവനാണ്? പറയാനൊക്കുമോ? മനസ്സ് സമ്മതിക്കുമോ?
നമ്മളും നിസ്കരിക്കാത്തവരും തമ്മിൽ വല്ല മാറ്റവുമുണ്ടോ സഹോദരങ്ങളെ? നമ്മളും അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരും തമ്മിൽ വല്ല മാറ്റവുമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അത് നിസ്കാരമാണ്. നിസ്കാരം നന്നായി ശ്രദ്ധിക്കണം, നിസ്കാരം നന്നായി സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ വിഷയം ഉണർത്തിയതുപോലെ ഒരു വിഷയവും ഉണർത്തിയിട്ടില്ല. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിസ്കാരത്തിൽ നല്ല ക്ഷമ പാലിച്ച് ജീവിക്കണം. അള്ളാഹുവിന്റെ ഉത്തരവാണ്, നിസ്കാരത്തിൽ ക്ഷമ പാലിക്കണം. വിമാനയാത്രയിലാണോ നിനക്ക് നിസ്കാരം നിർബന്ധമാകുന്നത്? നിസ്കരിച്ചേക്കണം. നീ പോയി താമസിക്കുന്നിടത്ത് നിസ്കരിക്കാൻ ഒരു സമയം സൗകര്യവും നിനക്ക് കാണുന്നില്ലെങ്കിൽ അതിന്റെ സൗകര്യം നീ ചോദിച്ച് പഠിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് നിസ്കരിക്കണം. മുൻഗാമികളെ പോലെയല്ല നമ്മള്. അവർക്ക് ആരാധന നടത്തണമെങ്കിൽ അതിന്റെ ഗേഹങ്ങളിലും മഠങ്ങളിലും എത്തേണ്ടിയിരുന്നു. നമുക്കങ്ങനെയല്ല. ജുഇലത്തിൽ അർളു കുല്ലുഹാ മസ്ജിദൻ വതഹൂറാ. ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം, ഭൂമിയിൽ എവിടെയും ശുചീകരണത്തിന് അല്ലാഹു മാർഗം ഒരുക്കിയിട്ടുണ്ട്. തയമ്മും എന്ന് പറയുന്ന മാർഗം മുൻകാലത്തൊരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഈ ഉമ്മത്തിന് മാത്രം അല്ലാഹു നൽകിയൊരു സമ്മാനമാണ്. അതൊക്കെ നമുക്ക് പ്രതികൂലമായി ബാധിക്കരുത്, അനുകൂലമായി ബാധിക്കണം. എന്തിന്? നമുക്ക് സൗകര്യത്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത് വെച്ച് തന്നത്. സഹോദരങ്ങളെ, അല്ലാഹു തആലാനെ പറയപ്പെടുമ്പോഴേക്ക് അല്ലാഹുവിനെ ഓർമ്മ, മഹാന്മാരുടെ ഓർമ്മ അങ്ങനല്ലേ. പടച്ച റബ്ബിനെ പറയുമ്പോഴേക്ക് അവരത് അനുസരിച്ചു, അവരത് സ്വീകരിച്ചു, വിട്ടുവീഴ്ചയില്ലാത്ത വിധം സ്വീകരിച്ചു. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിനെ പറയപ്പെട്ടാൽ അവരെ മനസ്സിന് വല്ലാത്ത ഭയമാണ്. പടച്ച റബ്ബിനെ ഓർക്കുമ്പോൾ അവരെ മനസ്സിന് വല്ലാത്ത അനുസരണമാണ്. വലിയ അനുസരണമല്ലേ അവരനുസരിച്ചത്? അല്ലാഹു തആലാന്റെ പേര് പറഞ്ഞിട്ട് എന്തൊരു വിഷയം അവരോട് പറഞ്ഞാലും അവരത് സ്വീകരിക്കും, കൈയൊഴിക്കില്ല. എത്ര സാഹസികത നിറഞ്ഞതാണെങ്കിലും സ്വീകരിക്കും. അതൊരു ഭക്തിയുടെ ലക്ഷണമാണ്. നമ്മിൽ ഉണ്ടാകേണ്ടത് ആ അനുസരണമാണ്. നമ്മിൽ ഉണ്ടാകേണ്ടത് കുടുംബങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കേണ്ടത് അതിനാണ്. ഉമ്മമാരെ പ്രചോദനം കൊടുക്കണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കായി ഹദീസിൽ പറയുന്നത്, 10 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് തങ്ങൾ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞു കിടന്നു. രാത്രിയാണ്, സുബഹിന്റെ മുമ്പ്. തഹജ്ജുദ് അവിടുന്ന് നിസ്കരിക്കും എന്നും 11 റക്അത്തായിട്ട്. ചിലപ്പോൾ റക്അത്ത് 11 ഉണ്ടാകുള്ളൂ, പക്ഷേ സമയം ദീർഘിക്കും. 4 മണിക്കൂർ ഉണ്ടാകും, ചിലപ്പോൾ 3 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂർ, വ്യത്യസ്ത രൂപത്തിലായിരിക്കും സമയം. 10 റക്അത്ത് നിസ്കരിച്ച് തങ്ങളൊന്നിങ്ങനെ ചെരിഞ്ഞു കിടന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് സ്നേഹത്തോടെ ചോദിക്കാണ്, തനാമു ഖബ്ലം തൂതിറാ. ഒറ്റ റക്അത്തും കൂടി വിത്ർ നിസ്കരിക്കാനില്ലേ നബിയേ? അത് നിസ്കരിച്ചിട്ട് ഉറങ്ങിയാ പോരെ നബിയേ? ഇത്ര വേഗം കിടന്നുറങ്ങണോ നബിയേ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്ക് അല്ലാഹുവിന്റെ റസൂലിന് എന്തൊരു മധുരമായി. തങ്ങൾ പറഞ്ഞു, ആയിഷ പേടിക്കേണ്ടതില്ല. ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി. എന്റെ 2 കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ, എന്റെ ഖൽബ് ഉറങ്ങുന്നില്ല. എന്റെ വുളൂ മുറിയുമെന്ന് പേടി വേണ്ട. ആ മറുപടിയും പറഞ്ഞ് 1 റക്അത്തും കൂടി വിത്ർ തങ്ങൾ പൂർത്തിയാക്കി നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ആയിഷ ബീവിയോട് സ്വഹാബത്ത് വന്ന് ചോദിച്ചില്ലേ, മുത്തുനബി തങ്ങളോടൊപ്പം നിങ്ങൾ ജീവിക്കുമ്പോ കണ്ട അത്ഭുതങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? സഹോദരങ്ങളെ, ആയിരക്കണക്കിന് മൂജിസത്ത് പറയാനുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് അതല്ല, ആത്മീയതയുടെ വിശുദ്ധ വെളിച്ചമാണ് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു രാത്രി തങ്ങൾ സാധാരണ നിസ്കരിക്കുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ തങ്ങൾ എഴുന്നേറ്റു, 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ അവിടെ ഇരുന്നു. പൊട്ടി പൊട്ടി കരയുന്നത് ഞാൻ കണ്ടു. 2 റക്അത്ത് നിസ്കരിച്ച് കരഞ്ഞ കരച്ചിൽ കൊണ്ട് താടിരോമങ്ങൾ മുഴുവനും നനഞ്ഞു കുതിർത്തു. വല്ലാത്തൊരു കരച്ചിലാണ്. അതുപോലൊരു കരച്ചിൽ അതിന്റെ മുമ്പൊരിക്കലും ഞാൻ
ഞാൻ കണ്ടിട്ടേയില്ല. പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഇരുന്ന് കൊണ്ട് തങ്ങൾ കരയുന്നു, ദുആ ചെയ്ത് കരയുന്നു. മടിത്തട്ട് മുഴുവനും നനഞ്ഞുപോയി. പിന്നെയും നിസ്കരിക്കുന്നു 2 റക്അത്ത്. ആ നിസ്കാരത്തിന് ശേഷവും കരയുന്നു. മുസല്ലയിൽ സുജൂദ് ചെയ്യുന്ന ഭാഗം നനഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, 10 റക്അത്തിൽ ഈ 2 റക്അത്തിന് ശേഷം അന്ന് കരഞ്ഞതുപോലെ ഒരൊറ്റ രാത്രിയും കരഞ്ഞത് കണ്ടിട്ടില്ല. ഒരാള് മരിച്ചിട്ടും കരഞ്ഞത് കണ്ടിട്ടില്ല. ഒരു നഷ്ടം സംഭവിച്ചിട്ടും കരഞ്ഞത് കണ്ടിട്ടില്ല. പാതിരാത്രിയിൽ സ്വന്തം വീടിന്റെ ഉള്ളിൽ ഇത്ര നേരം തങ്ങൾ കരഞ്ഞുകൊണ്ട് വല്ലാത്തൊരു ആത്മീയ പ്രഭാവത്തിൽ മുറ്റി നിൽക്കുമ്പോ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് ഞാൻ കണ്ട കാഴ്ച തങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ ഒരു രാത്രിയിലും കണ്ടിട്ടില്ലല്ലോ. എന്തേ നബിയെ ഇത്രയധികം കരഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ, ഉൻസിലത്ത് അലയ്യ ഫീ ഹാദിഹിൽ ലൈല 10 ആയാത്ത്. ഇന്നത്തെ രാത്രിയിൽ 10 ആയത്തുകൾ അല്ലാഹു എനിക്ക് ഇറക്കി തന്നു. അതുപോലൊരു 10 ആയത്ത് നേരത്തെ ഒരിക്കലും അല്ലാഹു ഇറക്കി തന്നിട്ടില്ല. അതൊരു സാധാരണ ആയത്തല്ല. ആ 10 ആയത്തും അർത്ഥം ചിന്തിച്ച് ഓതുക തന്നെ വേണം, അല്ലാതെ ഓതിയിട്ട് കാര്യമില്ലെന്നും തങ്ങൾ പറഞ്ഞു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. 5 പ്രാർത്ഥനകൾ അടങ്ങിയ 10 ആയത്താണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രാപഞ്ചിക രഹസ്യങ്ങളിലേക്ക് നോക്കിയിട്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയിട്ട്, ആകാശഭൂമികളുടെ അറ്റമില്ലാത്ത സൗന്ദര്യങ്ങളിലേക്കും അള്ളാഹു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളിലേക്കും നോക്കിയിട്ട് ചിന്തയോടെ ചിന്തിച്ച് കരഞ്ഞ് ഓതൽ സുന്നത്തുള്ള, എല്ലാ ദിവസവും രാവിലെ ഓതൽ സുന്നത്തുള്ള ആലു ഇമ്രാന്റെ അവസാനത്തിലുള്ള 10 ആയത്താണ് അന്ന് രാത്രി അവതരിച്ചത്. ആയത്തിന്റെ അർത്ഥം ചിന്തിച്ചപ്പോ സഹിക്കാൻ പറ്റിയില്ല ആയിഷ. ഓരോ പ്രാർത്ഥനാ വജസ്സുകളും അത്രമാത്രം അർത്ഥഗാംഭീര്യം നിറഞ്ഞതാണ്. റബ്ബേ, ആകാശം ഞാൻ കണ്ടു, ഭൂമി ഞാൻ അനുഭവിച്ചു, ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എനിക്ക് ചെയ്തു തന്നു. നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നീ പടച്ച പടപ്പുകളുടെ രഹസ്യങ്ങൾ എത്ര ചിന്തിച്ചാലും എനിക്ക് പിടുത്തം കിട്ടില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധി ഞാൻ സമ്മതിക്കുന്നു അല്ലാഹ്. ഫഖിനാ അദാബന്നാർ. കാണാത്തൊരു ലോകമുണ്ട്, കണ്ടവരൊക്കെ പേടിച്ചൊരു ലോകമാണ്. ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കണ്ടപ്പോൾ പേടിച്ചൊരു ലോകമാണ് നരകം. നരകശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഒന്നാമതായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ്. രണ്ടാമത്തെ ദുആ, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത. പടച്ചോനെ, നീ ആരെയെങ്കിലും നരകത്തിലേക്ക് കടത്തിയാൽ ഫഖദ് അഖ്സൈത, അവനെ നീ അപമാനിതനാക്കി, അവനെ നീ നിന്ദ്യനാക്കി. ദുനിയാവിൽ എത്ര ലെവലുള്ള ആളായിരുന്നാലും നരകത്തിൽ പോകലോടെ അവൻ പരാജയപ്പെട്ടു. ആ നരകത്തിൽ എന്നെ കിടത്തരുത് എന്ന നിലക്കാണ് രണ്ടാമത്തെ പ്രാർത്ഥന. റബ്ബനാ ഇന്നനാ സമീനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ
വതവഫനാ മഅൽ അബ്റാർ. മൂന്നും നാലും പ്രാർത്ഥന, ഒരു പ്രഖ്യാപനം അല്ലാഹുവിന്റെ മുന്നിൽ സമ്മതിച്ചുകൊണ്ടാണ്. നിന്റെ ഈമാനിലേക്ക് വിളിക്കുന്നൊരു വിളിയാളം ഞാൻ കേട്ടു, ഞാനത് വിശ്വസിച്ചു അല്ലാ, അതുകൊണ്ട് വൈകല്യങ്ങളൊക്കെ മാപ്പാക്കി തരണം. വതവഫനാ മഅൽ അബ്റാർ. മഹത്തുക്കൾ മരിച്ചതുപോലെ ഈമാനിലായി നല്ല മരണം തരണേ അല്ലാ. അഞ്ചാമത്തെ ദുആ, റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. റബ്ബേ, നിന്റെ മുർസലീങ്ങളുടെ നാവിലൂടെ ഒരുപാട് വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് നീ ചെയ്തു തന്നു, ഞങ്ങളെ നീ ഖിയാമത്ത് നാളിൽ പരാജയപ്പെടുത്തരുത് അല്ലാഹ്. ഈ 5 പ്രാർത്ഥനകളും തങ്ങളെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങളിലുള്ള ആ ആത്മീയ പ്രഭ കണ്ട് ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. ആരാണ് ഈ കരയുന്നത്? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ആയത്തുകളുടെ അർത്ഥതലങ്ങൾ ചിന്തിച്ച്, നമ്മുടെ ഈ ചെറിയ മനസ്സുകൊണ്ട് ചിന്തിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ഉള്ളതല്ല അള്ളാഹുവിന്റെ ആയത്തുകളുടെ അർത്ഥതലങ്ങൾ. നമ്മൾ ഈ ചെറിയ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് എന്ത് ചിന്തിച്ചാലാകാനാണ്? വലിയ വലിയ ബുദ്ധിമാന്മാരൊക്കെ എത്ര ചിന്തിച്ച് എത്ര തഫ്സീറുകൾ എഴുതി, ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കിയ മഹാന്മാർ എത്ര ഗ്രന്ഥങ്ങൾ എഴുതി. അവരാ വലിയ വിശാലമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അത്രയും വിശാലമായി എഴുതിയെങ്കിൽ നമ്മൾ ഈ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്താകാനാ സഹോദരങ്ങളെ? അള്ളാഹുവിനെ ഓർമ്മയുള്ള ആളുകളായി മാറണം. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. പടച്ച റബ്ബിനെ ഓർമ്മ വേണം എപ്പോഴും. അള്ളാഹുവിനെ ഓർമ്മയുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹുവിനുള്ള അനുസരണം. മഹാന്മാരെ അനുസരണം നോക്ക് നിങ്ങൾ, എത്ര പെട്ടെന്നാണ് അവനനുസരിച്ചത്. നമ്മളെ അനുസരണം വൈകാൻ പാടില്ല. നമ്മളെ അനുസരണം വൈകിയാൽ ഒരു മേൽവിലാസം മാത്രം നമുക്കുണ്ട്, ഒരു പേര്. ആ പേര് കേട്ടാൽ ആളുകൾക്ക് തിരിച്ചറിയും അയാൾ മുസ്ലിമാണ്. അനുസരണം യഥാർത്ഥ രൂപത്തിലുണ്ടോ? കഴമ്പുള്ള മുസ്ലിമാണ്. മുസ്ലിമിന്റെ സ്വഭാവമാണോ ഉള്ളത്? കഴമ്പുള്ള മുസ്ലിമാണ്.